ഹലോ, ഇന്ന് നമ്മൾ ക്രോഷ്യ വെച്ചൊരു പരീക്ഷണമാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പുതിയതായിട്ട് ക്രോഷ്യ ത്രെഡ്സ് വാങ്ങിയതും അതിൻ്റെ നീഡിൽസും അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അതുകൂടെ ഒന്ന് പോയി ചെക്ക് ചെയ്യണേ. ഇപ്പോൾ ഞാനൊരു ചെറിയ കീ ചെയിൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത്. ഈ ഒരു മുത്ത് ശരിക്കും ഞാൻ ഉദ്ദേശിച്ച വലുപ്പത്തിനല്ല കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. കുറച്ചുകൂടി ചെറുതായിപ്പോയി. ഞാൻ കുറച്ചുകൂടി വലിയൊരു സൈസാണ് നോക്കിയത്. ഇത് ശരിക്കും വുഡിൻ്റെ ആണ് കേട്ടോ. ഒരു ക്ലേയുടെ ഒരു മെറ്റീരിയൽ ഉണ്ട്, നമുക്കിങ്ങനെ കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതൊരു പരീക്ഷണം ആയതുകൊണ്ട് ഞാൻ തൽക്കാലം കുഴപ്പമില്ലെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു മുത്തിൻ്റെ കാര്യമാണെങ്കിൽ അതൊരു വുഡാണ്. എനിക്കൊരു ക്ലേ പോലത്തെ ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നത്. ആക്ച്വലി എന്താണ് അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. കുറച്ചുകൂടി വലിപ്പമുള്ളത് അതാണ് ഞാൻ ഉദ്ദേശിച്ച് പോയത്. പക്ഷേ കുഴപ്പമില്ല, എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാനല്ലേ, അതുകൊണ്ട് സാരമില്ല എന്ന് കരുതി ഞാനൊരു 1-2 മുത്ത് വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ക്രോഷ്യ അങ്ങനെ ഞാനൊരു വലിയ പ്രൊഫഷണൽ ആർട്ടിസ്റ്റൊന്നും അല്ല, പക്ഷേ എനിക്ക് അറിയാം കുറച്ചൊക്കെ, അത്രേ ഉള്ളൂ. അതുപോലെ ഈ ഒരു ചെയിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് കടയിൽ നിന്ന് ഡയറക്റ്റ് ഒരു 4 രൂപ റേറ്റിലെങ്ങാണ്ടാണ് ഈ ഒരു ചെയിനും അതിൻ്റെ ആ ഒരു ഹുക്കും എനിക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഞാനത് ഓൺലൈൻ ചെക്ക് ചെയ്തപ്പോൾ ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ. നല്ല റേറ്റ് വ്യത്യാസമുണ്ട്. അപ്പം എല്ലാ സാധനവും നിങ്ങൾ ഓൺലൈനാണ് വാങ്ങുന്നതെങ്കിൽ കടയിലൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം നമുക്ക് നല്ലൊരു വിലക്കുറവിന് കിട്ടും. പിന്നെ മാത്രമല്ല, ഞാനിതിപ്പോൾ ഒരു പരീക്ഷണത്തിന് വേണ്ടി വാങ്ങിയതായതുകൊണ്ട് എനിക്കൊരു 3-4 മതിയായിരുന്നു. അപ്പം ഓൺലൈനാകുമ്പോൾ നമ്മളൊരു സെറ്റായിട്ട് പർച്ചേസ് ചെയ്താലല്ലേ കിട്ടുള്ളൂ. പിന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഫസ്റ്റായിട്ട് ചെയ്തിട്ടുള്ളത് ഒരു ചെറിയ തൊപ്പിയായിരുന്നു. എൻ്റെ ഏറ്റവും മൂത്ത ചേച്ചിക്ക് കുഞ്ഞുവാവ ഉണ്ടായപ്പം ഞാൻ ഒരു തൊപ്പി തുന്നിയിട്ടാണ് അവന് ഗിഫ്റ്റ് കൊടുത്തത് കേട്ടോ. അതിപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസും പിന്നെ അതിൻ്റെ സാധനങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് പറ്റും, അത്രേ ഉള്ളൂ. ഇനി ആരും നല്ലതല്ല എന്ന് പറഞ്ഞാലും ശരി, നമുക്കത് എങ്ങനെയുണ്ടോ, നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതേപോലെ ഞാൻ കടയിൽ പോയപ്പം അവിടെ ഒരു അമ്മേൻ്റെയും മോളെയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ആ മോൾ ആക്ച്വലി ക്രോഷ്യ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ത്രെഡ് വാങ്ങാൻ വേണ്ടിയായിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ത്രെഡും അതിൻ്റെ നീഡിലും. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ ഈ ഒരു പേർപ്പിൾ ഷെയ്ഡിനാണ് കേട്ടോ അവർ എടുത്തത്. സോ അവരെൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പഠിച്ചത്, അതേപോലെ എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ഞാൻ ഈ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഇത് ബെനിഫിറ്റ് ആവുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന്. വേറൊന്നുമല്ല, ഞാൻ നോർമലി യൂട്യൂബ് നോക്കിയാണ് ഇത് പഠിച്ചത്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓരോ ത്രെഡിൻ്റെ സൈസിനനുസരിച്ച് നമ്മളതിൻ്റെ സൂചിൻ്റെ സൈസിന് വ്യത്യാസം വരുത്തണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചെറുതാണ്. ഇതിൻ്റെ സൈസും ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഭയങ്കര ലോക്കലായിട്ട് ഞാൻ ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു തിന്നായിട്ടുള്ള ഇതിന് എൻ്റെ കയ്യിൽ 2.25 mm നീഡിലാണുള്ളത് കേട്ടോ. അതേപോലെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച എൻ്റെ കയ്യിൽ കുറച്ചുകൂടെ ഒരു പ്ലഷ് ടോയ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു വലിയൊരു ത്രെഡുണ്ട്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് 5 mm അല്ലെങ്കിൽ 6 mm ഒക്കെ ഒരു നീഡിലാണ്. അപ്പോൾ നമ്മൾ ആ ഒരു നീഡിൽ സൈസ് വ്യത്യാസം വരുത്തുന്നത് നമ്മുടെ ത്രെഡിനനുസരിച്ചാണ് കേട്ടോ. ഈ ഒരു കാര്യം എല്ലാ ആൾക്കാർക്കും അറിയില്ലെന്ന് എനിക്ക് തോന്നാൻ കാരണം ഞാൻ കടയിൽ 5 mm നീഡിലും അതേപോലെ 2.25 mm നീഡിലും ചോദിച്ചപ്പോൾ ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത് അതിലൊന്നും വ്യത്യാസമില്ല, ത്രെഡ് ഏതാണെങ്കിലും അത് തുന്നാൻ പറ്റില്ലേ, അങ്ങനെയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല, നമ്മൾ ആ ത്രെഡിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് നീഡിൽ മാറ്റേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ കഥ പറഞ്ഞു നമ്മുടെ ഈ ഒരു തട്ടിക്കൂട്ട് കീ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളത് കമൻറ്റിൽ പറഞ്ഞു കേട്ടോ. എന്തായാലും ഒരു പരീക്ഷണമാണെന്ന് ഞാൻ ഒരുപാട് വട്ടം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.